വൃത്തികെട്ട മൂവികൾ എല്ലാവർക്കും കിട്ടും. സെക്സ് ഉള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ എന്ത് ചെയ്യും, വൃത്തികെട്ട സിനിമയുടെയും ബ്ലൂ ഫിലിമിന്റെ ഒക്കെ ക്ലിപ്പുകൾ എന്ത് ചെയ്യുന്നറിയോ, വ്യാപകമായി കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലൂടൂത്ത് വഴിയും അല്ലാതെയും കൈമാറുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു നല്ല കുട്ടി, ഇത് ഈ നിമിഷം വരെ ഒരു നിസ്കാരം ഒഴിവാക്കാത്ത ഒരു വീട്ടിലെ ഏറ്റവും നല്ല കുട്ടി, ഓനെ കേടുവരുത്താൻ 5 മിനിറ്റ് വേണ്ട. ഇത് 5 മിനിറ്റ് വേണ്ട. നന്നാക്കണമെങ്കിൽ കുറെ സമയമാണ്. കേടെടുത്താൻ എന്തുള്ളൂ നിങ്ങൾ? ഒരു പയ്യനെ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, അവന്റെ അടുത്ത് 3 മിനിറ്റ് വീഡിയോ ക്ലിപ്പ് ഉണ്ട്, വൃത്തികെട്ട ക്ലിപ്പ്. ആ 3 മിനിറ്റ് ക്ലിപ്പ് ഓന് 70 കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് അവന്റെ ക്ലാസ്സിലും പുറത്തും. ആ 70 കുട്ടികളെ കൊണ്ടും അതിന് അവൻ അഡിക്റ്റാക്കി. ഇപ്പൊ അവരതിന്റെ ആളുകളാണ്. അവർ കാസറ്റുകളും സീഡികളും അങ്ങോട്ടും കൊടുക്കും, അതേപോലെ തന്നെ USB കൊടുക്കും, അവരങ്ങോട്ടും കൊടുക്കും. കേടിന് അത്ര പണി. അപ്പൊ ഈ സുഖങ്ങളുണ്ട്, ഈ ലൈംഗികമായ രംഗത്തുള്ള സുഖങ്ങള് വിവാഹത്തിന് മുമ്പ് നമ്മളിൽ വന്നാൽ നമുക്കത് എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ടി വരും. അപ്പൊ അത് പരിഹരിക്കേണ്ടി വരുമ്പോഴാണ് പലപ്പോഴും സ്വന്തമായ നിലയ്ക്ക് ലൈംഗിക സംതൃപ്തി കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയാം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. അതായത് പ്രകൃതി വിരുദ്ധമായ നിലയ്ക്ക് നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ മസിൽസിനെ ക്ഷയിപ്പിക്കും, നിങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നല്ല ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റാതെ വരും. നോക്കൂ, നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു രക്ഷിതാവ് വിളിച്ചു, എന്റെ മോളെ കല്യാണം കഴിഞ്ഞിരുന്നു, അത് ഡൈവേഴ്സായി. എനിക്കതൊരു ദുഃഖ വാർത്തയാണ്. കാരണം എന്റെ മോളെ കല്യാണം കഴിഞ്ഞതാണ്, അവളെങ്ങാനും ഡൈവേഴ്സായി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു പിതാവിന്റെ മനസ്സിൽ എനിക്കറിയാൻ പറ്റും. ഞാൻ ദുഃഖത്തോടു കൂടെ കേട്ടു. ഉടനെ അയാൾ പറഞ്ഞെന്താ അറിയോ, അയാൾ പറഞ്ഞത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കാര്യം എന്താ വെച്ചാൽ, അവന് എന്തില്ല, അവളുമായി ഒരു ഭാര്യ ഭർത്തൃ ജീവിതം നയിക്കാനുള്ള ശാരീരിക ശേഷിയില്ല എന്നാണ്. അത് വെറുതെ അല്ലാതെ ആയതല്ല, ശാരീരിക ശേഷിയില്ല, നശിപ്പിച്ചതാണ്. 15-ാം വയസ്സ് തുടങ്ങി 25-ാമത്തെ വയസ്സ് വരെ 10 കൊല്ലത്തെ തെറ്റായ സ്വയം ഭോഗങ്ങളെ കൊണ്ടും തെറ്റായ പ്രവർത്തനങ്ങളെ കൊണ്ടും എന്താ പറയുക, വളരെ സ്മൂത്തായി ഉപയോഗിക്കേണ്ട, പ്രകൃതിക്ക് അനുകൂലമായി ഉപയോഗിക്കേണ്ട കാര്യം തിന്മയിൽ ഉപയോഗിച്ചാൽ പമൻ അഅറള അൻ ദിക്രി ഇന്നലഹു മഈശത്തൻ ദങ്ക. ആരെങ്കിലും എന്റെ ഉത്ബോധനങ്ങൾ അവഗണിച്ചാൽ അവന് കുടുസായ ഒരു ജീവിതം ഉണ്ടാകും. ആ കുടുസായ ജീവിതമാണ്. തിരിച്ചു വരാൻ പറ്റൂല. എല്ലാവർക്കും സംഭവിച്ചോളുന്നില്ല, ചില ആളുകൾക്ക് സംഭവിക്കും. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് അപകടം വരും. കുട്ടികളെ ഒരു തെറ്റും നമ്മുടെ ഭാവിയെ നശിപ്പിക്കാത്തതില്ല, നമ്മുടെ പരലോകത്തെ നഷ്ടപ്പെടുത്താത്തതില്ല. അവിടെ ഒരു നല്ല സൂക്ഷ്മത നമുക്ക് വേണം. ഞാൻ പറഞ്ഞ ലൈംഗിക സദാചാര രംഗത്ത് തെറ്റ് സംഭവിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ നോക്കണ്ടെന്ന് തീരുമാനിച്ചാൽ, ഒരു അന്യ സ്ത്രീയെ ഞാൻ നോക്കില്ല, ഒരു അന്യ പുരുഷനെ ഞാൻ നോക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. നിങ്ങൾക്ക് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പ്, എനിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഓരോ ക്ലിപ്പുകൾ അയച്ചു, സൗണ്ട് ക്ലിപ്പ്. ഒരിക്കൽ പറഞ്ഞു, ഈ ക്ലിപ്പ് നിങ്ങൾക്ക് പ്രസംഗത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പൊ ഉപയോഗിക്കുകയാണ്. അവൻ അയച്ചെന്താ വെച്ചാൽ, അവൻ വളരെ മോശപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഗൾഫിൽ പോയി സീഡിയൊക്കെ കേട്ട് നല്ലൊരു മുസ്ലിമായി നിസ്കാരമൊക്കെ തുടങ്ങി. നിസ്കാരം തുടങ്ങി കഴിഞ്ഞപ്പോ എന്താ വെച്ചാൽ, അവന് മാറ്റാൻ കഴിയാത്തൊരു ദുശ്ശീലം ഉണ്ടായിരുന്നു. അതാണ് ഈ സ്വയംഭോഗം. അവൻ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം കൂടി അവനിൽ വന്നൊരു ദുശ്ശീലമാണ്. വിവാഹമൊക്കെ കഴിഞ്ഞിട്ടും അവന് നിർത്താൻ പറ്റിയിരുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു സീഡി കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു, നിങ്ങൾ ഒരു പ്രാർത്ഥന കേട്ടു. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. എല്ലാ ചീത്ത പ്രവർത്തനങ്ങളുടെയും ചീത്ത ചിന്തയും മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്നൊരു സ്ഥലമാണ് ബാത്റൂം. ആ ബാത്റൂമുകൾ കയറുമ്പോൾ ആൺപിശാചിൽ നിന്നും പെൺപിശാചിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന പഠിച്ചതിന് ശേഷം എനിക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത ആ പ്രശ്നം പിന്നെ എന്നെ അലട്ടിയിട്ടില്ല എന്ന് ആ സുഹൃത്ത് പറയുന്നു. അതിലേറെ അത്ഭുതകരമായി അവൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത പല തെറ്റുകളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതൊക്കെ വർഷങ്ങളെ കൊണ്ട് ഞാൻ അതിനൊക്കെ അഡിക്റ്റ് ആയിരുന്നു, അടിമയായിരുന്നു. അവസാനം ഞാൻ ഒരു സീഡിയിൽ കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരിചയമുണ്ടോ അത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ. ഇത് 100 പ്രാവശ്യം രാവിലെ, 100 പ്രാവശ്യം വൈകുന്നേരം. അവൻ പറയാണ്, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യാൻ തോന്നൂല. പക്ഷെ പ്രശ്നം തരും, ചെല്ലാൻ കഴിയൂല. ഇരുന്നിങ്ങനെ ചൊല്ലുമ്പോ നോക്കുക നിങ്ങൾ,
നല്ല ഉന്മേഷത്തിൽ നിന്ന് ചെല്ലുന്ന ആളുമാണ് അങ്ങനെ കോട്ടുവായിടും ചെല്ലാൻ കഴിയില്ല. അത് ഭയങ്കര പ്രതിരോധമാണ്, പിശാചിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം. ചൊല്ലിക്കോ നിങ്ങൾ. തെറ്റിലേക്ക് മനസ്സ് പോവാതിരിക്കാനുള്ള ഒരു പരിഹാരമാണ് രാത്രി നമസ്കാരം. മൻഹാത്തുള്ളിൽ ഇസ്മൻ, ബാങ്ക് കൊടുക്കുന്നതിന് 10 മിനിറ്റെങ്കിലും മുമ്പ് നീച്ച് 2 റക്അത്ത് ഒന്നിൽ സബ്ബീസ്മി ഒന്നിൽ കുലിയാൽ കാഫിറൂനും പിന്നെ ഒരു റക്അത്ത് ഖുൽ ഹുവല്ലാഹും ഓതിയിട്ട് നിസ്കരിച്ചാൽ മൻഹാത്തുൽ ഇസ്മാണ്. പകൽ തെറ്റിനോടുള്ള താല്പര്യം ഉണ്ടാവില്ല. നമസ്കാരം വളരെ കോൺസെൻട്രേഷനോടെ ചെയ്താൽ നിസ്കരിക്കുമ്പോൾ നല്ല ഏകാഗ്രതയിൽ നമ്മൾ വാശി പിടിക്കും. എന്റെ നിസ്കാരത്തിൽ എന്റെ മനസ്സിനെ എങ്ങോട്ടും കൊണ്ടുപോകാൻ ഞാൻ ശൈത്താനെ സമ്മതിക്കൂലാന്ന് ഒരു സമര പ്രഖ്യാപനം നടത്തും. അഥവാ മനസ്സിക്ക് എന്തെങ്കിലും വല്ല ക്ലാസ്സത്തതോ ബസ്സത്തതോ വീട്ടത്തതോ കാര്യം നമ്മുടെ മനസ്സിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശൈത്താൻ ശ്രമിച്ചാൽ അപ്പൊ തന്നെ തിരിച്ചു പോരും. അങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്ത ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മ, ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കി, നിങ്ങൾ ഉറപ്പായിട്ടും പറ്റും. ഞാൻ പറഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വല്ലാത്തൊരു സംഗതി. അവൻ പറയാണ് ഇത് പഠിച്ചതിന് ശേഷം പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടില്ല. നമ്മൾ പരിശ്രമിച്ച പറ്റും കുട്ടികൾ.